ദൈവത്തിൻ്റെ ആത്മീയ മക്കൾക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു പുതിയ വിഷയത്തിൽ നമ്മൾ പഠിക്കാനും ചിന്തിക്കാനും ആഗ്രഹിക്കുന്നത്, അതായത് യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ള വാക്യങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ഇതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ചിന്തിക്കുക ഒരു ബഹുചർച്ചിതമായ ഒരു പദമാണ്. ഈ കൂടുതൽ നീളത്തിലായതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല, പക്ഷേ ആ പദങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. നിക്കോദെമോസ് എന്ന് പറയുന്ന ഒരു ഫരീസി യഹൂദി ഉണ്ടായിരുന്നു. അതേ യഹൂദന്മാരുടെ ഗുരുവായിരുന്നു. യഹൂദന്മാരെ അതായത് അവരുടെ മഹാസഭ എന്ന സെൻട്രിക് എന്ന് പറയുന്നത് ആ സ്ഥലത്ത് അവരെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന വ്യക്തിയായിരുന്നു. വലിയൊരു ജ്ഞാനിയായിരുന്നു, ധാർമ്മിക വ്യക്തിയായിരുന്നു. അദ്ദേഹം ഉണ്ടല്ലോ ധാർമ്മിക ശാസ്ത്രത്തെ പറ്റി അയാൾ പഠിപ്പിക്കുന്ന ഒരു മഹാനായിരുന്നു. അങ്ങനെ ഉള്ള സമയത്ത് അതേ ഒരു ദോസി യേശുക്രിസ്തുവിനെ അദ്ദേഹം രാത്രിയിൽ ഒളിവിൽ ഇരുട്ടത്ത് അദ്ദേഹം വന്ന് യേശുക്രിസ്തുവിനെ കാണാനായിട്ട് വരുന്നു. യേശുക്രിസ്തുവിനെ കാണാനായിട്ട് വരുമ്പോൾ ആ വ്യക്തി വന്നപ്പോൾ വന്നിട്ട് പറയുന്നു, ഞാൻ വിശ്വസിക്കുന്നു നീ ദൈവമാണ്, നീ കാണിക്കുന്ന ഓരോ പ്രവൃത്തികൾ ദൈവത്താലല്ലാതെ വേറെ ഒരു കാര്യം കൊണ്ട് നടക്കുന്നില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് അറിയേണ്ട ചില സംശയങ്ങൾ ഞാൻ അറിയാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. എന്താണ് അദ്ദേഹം സംശയങ്ങൾ ചോദിക്കുന്നത്? പുതിയ ജന്മം എങ്ങനെ ഉണ്ടാവും, പുതിയ ജന്മത്തിന് വേണ്ടി എന്ത് ചെയ്യണം എന്ന് യഹോവയുടെ രാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി എനിക്ക് പുതിയ ജന്മം എങ്ങനെ കിട്ടും? നീ പ്രസംഗിക്കുന്ന സുവിശേഷങ്ങൾ ഇങ്ങനാണല്ലോ അറിയിക്കുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതായത് ആധ്യാത്മികപരമായിട്ട് നീ വീണ്ടും ഒരു ജന്മം, നിനക്ക് പുതിയ ജന്മം നീ ജനിച്ചിരിക്കണം. അപ്പോൾ അദ്ദേഹം മനസ്സിലാക്കിയത് അമ്മയുടെ ഉദരത്തിലേക്ക് വീണ്ടും പ്രവേശനം ചെയ്തിട്ട് വീണ്ടും ഒരു ജന്മം ജനിക്കുമ്പോഴാണോ പുതിയ ജന്മം ജനിക്കുന്നത് എന്നാണ് അദ്ദേഹം മനസ്സിലാക്കിയത്. അദ്ദേഹത്തിന് ആ ഒരു ജന്മത്തെപ്പറ്റി മാത്രമേ, ഫിസിക്കലായിട്ടുള്ള ഒരു ജന്മത്തെപ്പറ്റി മാത്രമേ അദ്ദേഹത്തിന് മനസ്സിലായിട്ടുള്ളൂ. അങ്ങനെ നിക്കോദെമോസ് രാത്രിയിൽ ഇരുട്ടത്ത് വരുന്നതിൻ്റെ ഉദ്ദേശം അദ്ദേഹത്തിന് പേടിയുള്ളതുകൊണ്ടും സാമൂഹിക പ്രഷർ, അതായത് സമ്മർദ്ദമുള്ളതുകൊണ്ടും അതോടൊപ്പം ആത്മീയ അന്ധകാരത്തിൻ്റെ സങ്കേതമായിട്ടാണ് നമുക്ക് അവിടെ ചിത്രീകരിക്കുന്നത്. നമുക്കതിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നു. യോഹന്നായുടെ പുസ്തകം 3-ാം അധ്യായം 1 തൊട്ട് 12 വരെയുള്ളതിൻ്റെ അർത്ഥം ഇത്രയും നമ്മൾ സംക്ഷിപ്തമായിട്ട് മനസ്സിലാക്കാൻ. ഒരു വ്യക്തി പുതിയ ജന്മം എടുക്കുന്നുണ്ടെങ്കിൽ അവൻ യഹോവയുടെ രാജ്യത്തിലേക്ക് അവൻ നോക്കുന്നില്ലെങ്കിൽ അവൻ ശരീരം കൊണ്ട് മാത്രമേ അവൻ ജനിക്കുന്നുള്ളൂ. ആത്മാവാൽ ജനിക്കുന്നവൻ ആത്മാവിലേക്കും ശരീരം കൊണ്ട് ജനിക്കുന്നവൻ ശരീരത്തിലേക്കും പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അതായത് പുതിയ ജന്മം അവൻ ജനിക്കണം എന്നാണ് അവിടെ യേശുക്രിസ്തു അവിടെ ഉത്ബോധിപ്പിക്കുന്നത്. നമ്മൾ ഫിസിക്കലായിട്ട് ഇത് ശാരീരികമായ രീതിയിൽ അത് ചിന്തിക്കുമ്പോൾ നിക്കോദെമോസിൻ്റെ ചിന്താഗതി അദ്ദേഹം ഒരു ഫിസിക്കലായിട്ടുള്ള ചിന്താഗതിയാണ്, ഭൗതികപരമായ ചിന്താഗതിയാണ് അദ്ദേഹത്തിനെ വലയത്തിലേക്ക് അദ്ദേഹത്തിനെ ചുരുക്കി വെച്ചിരുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ അകത്ത് വലയത്തിലാണ്, ശാരീരിക വലയത്തിലാണ് അദ്ദേഹം അകപ്പെട്ടിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് പുതിയ ജന്മം എന്ന് പറയുമ്പോൾ അമ്മയുടെ ഗർഭത്തിൽ വീണ്ടും പോയി ജനിക്കുന്നതാണ് ഒരു പുതിയ ജന്മം എന്ന് അദ്ദേഹത്തിന് മനസ്സിലാക്കിയിരുന്നത്. അദ്ദേഹം ആത്മീയപരമായ ജന്മത്തെപ്പറ്റി അദ്ദേഹത്തിന് അത് അറിഞ്ഞുകൂടായിരുന്നു. ഇന്ന് മനുഷ്യൻ സ്വാഭാവികമായിട്ട് ആത്മീയപരമായ ജന്മത്തെപ്പറ്റി പറയുമ്പോൾ അദ്ദേഹം ശാരീരിക ജന്മത്തിന് മാത്രമേ അദ്ദേഹത്തിന് ചിന്തിക്കാനുള്ള കഴിവ് അദ്ദേഹത്തിനുള്ളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് അദ്ദേഹം ആ രീതിയിൽ തന്നെ ചിന്തിച്ചു. അപ്പോൾ ശരീരം കൊണ്ട് ജനിക്കുന്നവൻ ശരീരം കൊണ്ടും ആത്മാവാൽ ജനിക്കുന്നവർ ആത്മാവെല്ലാം ജനിക്കുന്നു എന്ന് അത് പറഞ്ഞത് അദ്ദേഹത്തിന് മനസ്സിലായില്ലായിരുന്നു. അപ്പം 1 കൊരിന്ത്യർ 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ ഈ പ്രകാരം പറയുന്നു, മനുഷ്യൻ ശാരീരിക മനുഷ്യർ യഹോവയുടെ ആത്മാവിൻ്റെ കാര്യങ്ങൾ അഥവാ സ്വീകരിച്ചില്ലെങ്കിൽ അദ്ദേഹത്തിൽ ആത്മാവിൻ്റെ ജന്മം ഉണ്ടാവുന്നില്ല എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പം നമ്മൾക്ക് ജനിക്കണമെന്നുണ്ടെങ്കിൽ പുനർജന്മം, നമുക്ക് ഒരു പുതിയ ജന്മം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആത്മാവാൽ ശുദ്ധീകരിക്കപ്പെടണം. അതാണ് നമുക്ക് ഇന്ന് നമ്മൾ സ്പിരിച്വൽ ആസ്പെക്റ്റിൽ നമ്മൾ ഇതിനെപ്പറ്റി ചിന്തിക്കുമ്പോൾ അതിൻ്റെ അകത്ത് പറയുന്നത് വെള്ളത്താലും ആത്മാവാലും ജനിക്കണമെന്നാണ് മേളിൽ പറഞ്ഞ വചനത്തിൻ്റെ, അതായത് യോഹന്നായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ പറയപ്പെടുന്നത്. എന്താണ് വെള്ളവും ആത്മാവിനെ പറ്റി പറയുന്നത്? വെള്ളമെന്ന് പറയുന്നത് പശ്ചാത്താപത്തിൻ്റെയും വചനത്തിൻ്റെയും ശുദ്ധീകരണം. അതായത് നമ്മുടെ പാപത്തിനെ
നമ്മൾ അതിൽ നിന്ന് വിടുതലുണ്ടായി, നമ്മൾ ഒരു പശ്ചാത്താപത്തിൽ പോയി വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ആത്മാവിൽ നമ്മുടെ പരിശുദ്ധാത്മാവ് പ്രവേശിച്ചു കഴിയുമ്പോൾ നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നു. ആ ശുദ്ധീകരിക്കപ്പെടുന്ന ആ അവസ്ഥയിലാണ് ആത്മാവിൻ്റെ പ്രവർത്തനം അവിടെ തുടങ്ങുന്നത്. ആ ആത്മാവിൻ്റെ പ്രവർത്തനം തുടങ്ങുമ്പോഴാണ് വെള്ളത്താലും ആത്മാവാലും നമ്മൾ ശുദ്ധീകരിക്കപ്പെടുന്നതെന്ന് നമുക്കവിടെ പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ആത്മീയ ശുദ്ധീകരണത്തിനെ പറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റിലീജിയൻസും നമുക്ക് പോസ്റ്റുകളും അല്ല ജ്ഞാനങ്ങളും എല്ലാം ഉണ്ടെങ്കിലും ഒരിക്കലും നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തില്ല. എന്താണെന്ന് വെച്ചാൽ പവിത്രാത്മാവ് കൊണ്ട് നമ്മുടെ ജീവനെ കഴുകിക്കഴിഞ്ഞാൽ, നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടു വന്നു കഴിഞ്ഞാൽ, നമ്മുടെ പവിത്രാത്മാവിൻ്റെ വചനത്താലിൻ്റെ വെള്ളത്താൽ നമ്മൾ കഴുകിപ്പെട്ടെങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരിക്കപ്പെടത്തുള്ളൂ. ആ ശുദ്ധീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കത്തുള്ളൂ. നമ്മളിപ്പോൾ ഇതിൽ നിന്ന് പഠിക്കാൻ സാധിക്കുന്നത് ഇതാണ്: രക്ഷ പ്രാപിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ ആന്തരിക മനസ്സിൽ നമുക്ക് പരിവർത്തനം ഉണ്ടാകണം. നമ്മുടെ ആത്മാവിൻ്റെ ഉള്ളിൽ പരിവർത്തനം ഉണ്ടാകണം. പവിത്രാത്മാവ് നമ്മൾ കാറ്റിൻ്റെ രൂപത്തിൽ നമ്മുടെ ഉള്ളിൽ പ്രവേശിക്കുന്നു. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല. പക്ഷേ അതിൻ്റെ എഫക്റ്റ്, അതിൻ്റെ പ്രവർത്തനം നമുക്ക് കാണാൻ സാധിക്കും. അത് എങ്ങനെ കാണാൻ സാധിക്കും? നമുക്ക് പവിത്രാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങും. നമ്മൾ ആ പവിത്രാത്മാവിൻ്റെ ഫലങ്ങൾ നമ്മൾ പ്രദർശിപ്പിക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവർക്ക് അത് കാഴ്ചപ്പാടായിട്ട് നമ്മൾ കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഏത് വ്യക്തിക്കും മനസ്സിലാകും, ഇവൻ പവിത്രാത്മാവിൻ്റെ 9 ഫലങ്ങളും ഇവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന വ്യക്തിയാകുന്നു എന്ന് അവർക്ക് മനസ്സിലാവും. അങ്ങനെയുള്ളവർക്ക് മാത്രമേ ഈ പറയുന്ന പവിത്രാത്മാവ് അവൻ്റെ ഉള്ളിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് മനസ്സിലാകും. യെജെക്കീലിൻ്റെ പുസ്തകം 36-ാം അധ്യായം 26 തൊട്ട് 27 വരെ ഉള്ള വാക്യങ്ങൾ നമ്മൾ അടിസ്ഥാനമാക്കി വായിച്ചു കഴിയുമ്പോൾ അതിൻ്റെ അകത്ത് നമുക്ക് കാണുന്ന പുതിയ മനസ്സും പുതിയ ആത്മാവും നമ്മൾ പരിവർത്തനമായിരിക്കണം. ഞാൻ നിന്നെ പുതിയ ആത്മാവും പുതിയ മനസ്സുമാക്കി തീർക്കും. നിൻ്റെ ഹൃദയം നിൻ്റെ കല്ലുപോലെ ഇരുന്നാലും നിൻ്റെ ഹൃദയത്തിൽ നിന്ന് അതിൽ നിന്ന് മാറ്റി നിൻ്റെ മാംസത്തിൻ്റെ ഹൃദയത്തിൽ ഞാൻ ആ പവിത്രാത്മാവിനെ ഞാൻ ഉൾക്കൊള്ളുത്തും എന്നാണ് അതിൻ്റെ അകത്ത് പറയപ്പെടുന്നത്. അപ്പം നമ്മുടെ പവിത്രാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കാൻ വേണ്ടി എൻ്റെ നിയമങ്ങളെ നീ അനുസരിച്ച് നീ മുൻപോട്ട് പോകുമ്പോൾ ഞാൻ നിന്നെ അവിടെ വെച്ച് എൻ്റെ ഉള്ളിൽ കല്ല് പോലെ ഇരിക്കുന്ന നിൻ്റെ ദൃഢമായ മനസ്സിനെ ഞാൻ പരിവർത്തനം ചെയ്ത് അതിൻ്റെ അകത്ത് ശുദ്ധീകരിച്ച് ഞാൻ അതിൻ്റെ അകത്ത് പവിത്രാത്മാവിനെ പ്രവേശിപ്പിക്കൂ എന്നാണ് ഈ യെജെക്കീലിൻ്റെ പുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്. തീത്തൂസിൻ്റെ പുസ്തകം, ടൈറ്റസിൻ്റെ പുസ്തകം നമ്മൾ അതിൻ്റെ അകത്ത് പറയുന്ന ഈ പ്രകാരം 3-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇതേ പ്രകാരമാണ് നമുക്ക് പറയുന്നത്. ഇതിൻ്റെ അകത്തും നമുക്ക് പറയപ്പെടുന്ന ഇതുപോലാണ്: നമുക്ക് രക്ഷ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റിലീജിയൻസ് പരമായ പണികൾ ചെയ്തു കഴിഞ്ഞാൽ ഇന്ന് വരെ നമ്മൾ ചെയ്തു, അതുകൊണ്ട് നമുക്ക് നമ്മുടെ രക്ഷ പ്രാപിക്കില്ല. നേരെ മറിച്ച് നമ്മൾ ദയയുടെ അനുസരിച്ചും നമ്മൾ പവിത്രാത്മാവിൻ്റെ സ്നാനം കൊണ്ടും മാത്രമേ നമുക്ക് പുതിയൊരു ജന്മം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകത്തുള്ളൂ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ നമുക്ക് 17-ാം വാക്യത്തിൽ ഇതേ പ്രകാരം പറയുന്നു: ഏതെങ്കിലും വ്യക്തി ഒരു യേശു ക്രിസ്തുവിലേക്ക് ജനിക്കുന്നോ അവന് മാത്രം പുതിയ സൃഷ്ടി ഉണ്ടാകുന്നുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ആസ്പെക്ട് ഇതിൽ കൂടി മനസ്സിലാക്കണം. നമുക്ക് ശുദ്ധീകരിക്കപ്പെടണം. നമ്മുടെ ആത്മാവിൽ ശുദ്ധീകരിക്കപ്പെടണം. നമ്മൾ പേശാചികപരമായിട്ട് നമ്മൾ ഈ ലൗകിക ജീവിതത്തിൽ പേശാചിക ജീവിതത്തിലേക്ക് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ നമ്മൾ പിശാച് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല നമ്മുടെ ഒരു പരിവർത്തനം ഉണ്ടാവണം, നമ്മളൊരു ശുദ്ധീകരണം ഉണ്ടാവണം, നമ്മളൊരു പശ്ചാത്താപം ഉണ്ടാവണം, നമ്മൾ രക്ഷ പ്രാപിക്കണം എന്ന് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമ്മൾ ഒരു പുതിയ ജന്മത്തിലേക്ക് വരണം റിലീജിയസ് പരമായിട്ട് അത് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നമുക്ക് ജ്ഞാനങ്ങളുണ്ട്, പക്ഷേ നമുക്ക് പരിവർത്തനമില്ല. പക്ഷേ നിക്കോദെമസ് എന്ന് പറയുന്ന അതേ ഒരു ഗുരുവായിരുന്നു, അദ്ദേഹം യഹൂദന്മാരുടെ ഒരു ഗുരുവായിരുന്നു. ആത്മീയ രൂപത്തിൽ അദ്ദേഹം പക്ഷേ അന്ധകാരത്തിലായിരുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അദ്ദേഹം പിശാചിൻ്റെ വലയത്തിൽ അകപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന് ആത്മീയപരമായ വളർച്ച അദ്ദേഹത്തിന് ഒരിക്കലും കിട്ടിയിട്ടില്ല. നമ്മൾ വചനപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ പരിവർത്തനം ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു പരിവർത്തനം ഉണ്ടാകത്തുള്ളൂ. 2 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൽ 4-ാം വാക്യത്തിൽ ഇതേ പ്രകാരം പറയുന്നു: നമ്മുടെ ഈ ലോകത്ത് അവിശ്വാസികളുടെ ബുദ്ധിയിലും ഉണ്ടല്ലോ ഇതിൽ അന്ധകാരം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ അവിടെ യേശു ക്രിസ്തു പറയുന്നത്. ഈ അവിശ്വാസികളുടെ ബുദ്ധിയിൽ
ഉണ്ടല്ലോ അന്ധകാരം. യേശുവിനെ വിശ്വസിക്കാത്ത എല്ലാവൻ്റെയും ബുദ്ധിയിലുണ്ടല്ലോ അന്ധകാരം മാത്രമേ ഉള്ളൂ. മത്തായിയുടെ സുവിശേഷം 23-27 വാക്യത്തിൽ ഇതുപോലാണ് നമ്മൾ ബാഹ്യരൂപത്തിൽ വളരെ വൃത്തിയുള്ളവനായിരിക്കും, പക്ഷേ ആന്തരികമായിട്ട് നമ്മുടെ ആത്മീയപരമായിട്ട് നമ്മൾ മരിച്ചവരായിട്ട് മൃതമായിട്ട് അല്ലെങ്കിൽ ഡെഡ് ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത് എന്നാണ് പറയപ്പെടുന്നത്. എന്താ വെച്ചാൽ അതിൻ്റെ അകത്ത് പവിത്ര ആത്മാവിൻ്റെ ശക്തിയില്ല. അങ്ങനെയില്ലാത്തവരെ നമ്മൾ മരിച്ചു കിടക്കുന്നതിന് തുല്യമായിട്ടുള്ള ഒരു ആത്മാവാണ് നമ്മുടെ ഉള്ളിലുള്ളത്. യോഹന്നായുടെ പുസ്തകം 3-12 വാക്യത്തിൽ നമ്മൾ ഈ പ്രകാരമാണ് പറയുന്നത്, നിന്നോടൊക്കെ ഞാൻ ഭൂമിയിലെ കാര്യങ്ങൾ പറയുന്ന ഈ പ്രകാരമാണ്, നിങ്ങൾ വിശ്വസിച്ചില്ലെങ്കിൽ, ഭൂമിയിലെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞാൽ വിശ്വസിച്ചില്ലെങ്കിൽ നിങ്ങൾ സ്വർഗീയ കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കും? സ്വർഗീയ കാര്യം ഭൂമിയിൽ നടക്കുന്ന ഞാൻ സാക്ഷാൽ ഇവിടെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നില്ല. കാണാത്ത കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കും? ഇതാണ് യേശുക്രിസ്തു അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഇന്ന് യേശുക്രിസ്തുവിൻ്റെ വചനങ്ങൾ, പവിത്ര വചനങ്ങൾ, ജീവനുള്ള വചനങ്ങൾ നമ്മുടെ മുൻപിലുണ്ട്. അത് കണ്ട് വായിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കാത്ത വ്യക്തികൾ, നമ്മൾ സ്വർഗീയ കാണാത്ത സ്വർഗത്തിലേക്ക് നമ്മളിപ്പം കണ്ണുയർത്തിക്കൊണ്ട് നോക്കാതെ നമ്മളുണ്ടല്ലോ നമ്മൾ അതിൽ വിശ്വസിക്കാൻ വളരെ പ്രയാസമാണ്. അതുകൊണ്ട് വചനത്തിന് ജീവനുള്ള വചനമാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ട് പവിത്രാത്മാവ് ഉള്ളിലേക്ക് പ്രവേശിപ്പിച്ചിട്ട് നമ്മൾ അതിൽ വിശ്വസിക്കാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ സ്വർഗീയ രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് ഒരു പുതിയ ജന്മം നമുക്ക് വേണം. നമ്മൾ ആ പുതിയ ജന്മം ജനിക്കുന്നില്ലെങ്കിൽ സ്വർഗീയ അനുഭൂതി നമുക്കുണ്ടാകത്തില്ല. ആത്മീയപരമായ നോളജിന് വേണ്ടി ആത്മീയ ജന്മം നമുക്ക് ആവശ്യമാണ്. ഇതിൻ്റെ അകത്ത് ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, റിലീജിയൻസ് മാത്രം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ട് അർത്ഥമില്ല. നിക്കോദെമസിന് റിലീജിയൻസ് വളരെ വ്യാപകമായ റിലീജിയൻസ് അറിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പക്ഷെങ്കിൽ അദ്ദേഹത്തിന് കലീശയുടെ സേവനങ്ങളും എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹം എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുമ്പോൾ നമ്മുടെ കൂട്ടത്തിലും പലരും ട്രസ്റ്റിയും സെക്രട്ടറിയും സമൂഹത്തിൽ വളരെ ഉന്നത സ്ഥാനത്തിരിക്കുന്നുണ്ട്. അതിനോടനുബന്ധിച്ച് സ്കൂളുകളും മറ്റ് പ്രവർത്തനങ്ങൾ ശാലകളും ഉണ്ട്. ട്രസ്റ്റ്, മർത്തമറിയ സമാജം, സൺഡേ സ്കൂൾ, പല കാര്യങ്ങളുമുണ്ട്. അതിലെല്ലാം നമ്മൾ ഉന്നത സ്ഥാനത്തുകളിലിരിക്കുന്നുണ്ട്. പക്ഷേ ആത്മീയപരമായി നമുക്ക് വളർച്ചയില്ലെങ്കിൽ, ആത്മീയപരമായിട്ട് നമ്മൾ ചെയ്യുന്നില്ലെങ്കിൽ, നമ്മുടെ കലീശയിൽ നമ്മൾ റിലീജിയൻസ് ഫോർ നോളജ് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാകാൻ പോകുന്നില്ല. നമ്മുടെ ഹൃദയം ശുദ്ധീകരിക്കാൻ പോകുന്ന അതിനുവേണ്ടി നമ്മുടെ പവിത്ര ആത്മാവിനെ ഹൃദയത്തിൽ നമ്മൾ ശുദ്ധീകരിക്കപ്പെട്ടിട്ട് വചനം കൊണ്ട് നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ചിട്ട് പവിത്രാത്മാവിനെ ഉള്ളിൽ കയറ്റുമ്പോൾ മാത്രമേ നമുക്ക് ഈ പറയുന്ന നിക്കോദെമസിനെ പോലെ വന്ന് സംശയാലുവായിട്ട് നമ്മൾ ചോദിക്കുന്ന അദ്ദേഹത്തിനെ പോലെ നമ്മൾ ജ്ഞാനിയായിരിക്കും. പക്ഷേ നമുക്ക് പവിത്രാത്മാവ് ഉള്ളിലില്ല. അപ്പോൾ നമുക്കൊരിക്കലും സ്വർഗരാജ്യം നമുക്ക് കാണാൻ സാധിക്കത്തില്ല. അപ്പോൾ ഈ പറയുന്ന നമ്മൾ പുതിയൊരു ജന്മം നമുക്ക് ജനിക്കാൻ വേണ്ടി നമുക്ക് പുതിയൊരു ജന്മത്തിലേക്ക് ആവശ്യമുണ്ടെന്ന് യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്നത് സത്യമായി തീരുന്നു. നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് ഒരു കാറ്റ് മാത്രമാണ്. എങ്ങനെ കാറ്റിനെ നമ്മൾ കാണാൻ പറ്റുന്നില്ല, പക്ഷെ അതിനെ നമുക്ക് അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഒരു കാറ്റടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് കാറ്റാണെന്ന് എന്ന് പറയുന്ന പോലെ ആത്മാവ് ഒരു കാറ്റിനെ പോലും നമുക്ക് ആദൃശ്യമായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ പ്രവേശിച്ച് കഴിയുമ്പോൾ നമ്മളത് ഉള്ളിൽ പ്രവേശിച്ചു എന്ന് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ ശുദ്ധീകരണം കൂടുമ്പോൾ നമുക്ക് ആത്മാവിൻ്റെ 9 ഫലങ്ങളും നമ്മുടെ ജീവിതത്തിൽ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിശ്ചയമായിട്ടും എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലേക്ക്, പവിത്രാത്മാവ് എൻ്റെ പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞു എന്ന് എനിക്ക് മനസ്സിലാവും. അപ്പോൾ ആ സമയത്ത് ഞാൻ ഒരു പുതിയ ജന്മത്തിലേക്കായിത്തീരുന്നു. അപ്പോൾ ഞാൻ ഈ പറയുന്ന പാപത്തിനെ ഞാൻ വെറുക്കുന്നു. ആ സമയത്ത് യഹോവയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ മാറിയിരിക്കേണ്ടത് ആവശ്യമാണ്. രാത്രി കാലത്തിൽ നിക്കോദെമോസ് ഓടിപ്പോയത് എന്തിനെ? രാത്രി കാലത്തിൽ ആരാണ് ഓടിപ്പോകുന്നത്? പേടിയുള്ളവനും ലജ്ജയുള്ളവനും അല്ലെങ്കിൽ പാത്തൊളിച്ച് അവരവരുടെ സമൂഹത്തിൽ നിന്ന് പാത്തൊളിച്ച് പ്രവർത്തിക്കേണ്ടിവർ. അപ്പോൾ ഈ നിക്കോദെമോസ് അങ്ങനെയാണ് പോയത്. നിക്കോദെമോസ് സമൂഹത്തിൽ വലിയ വ്യാപകനായിട്ട് വലിയ യഹൂദികളുടെ വലിയ ടീച്ചറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ പകല് സൂര്യൻ്റെ പ്രകാശത്തിൽ പോരാനായിട്ട് അദ്ദേഹത്തിന് പേടിയായിരുന്നു, അദ്ദേഹത്തിന് ലജ്ജയായിരുന്നു. അപ്പോൾ നമ്മളുടെ കൂട്ടത്തിലും പലരും അതുപോലുള്ള ഇന്ന് സമൂഹത്തിലുണ്ട്. നമ്മൾ ആത്മീയ വളർച്ച ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നു, പക്ഷേ നമ്മളില്ലാത്തവരാണ്. പക്ഷേ അങ്ങനെയുള്ളവരെല്ലാം ഈ പേടിയും ലജ്ജയിലും ഈ ആത്മീയ വളർച്ച ഇല്ലാത്തവരും ഒക്കെ ഈ ഒളിച്ചും പാത്തുമാണ് നമ്മുടെ ജീവിതത്തിനെ നമ്മൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ആ നിക്കോദെമസിൻ്റെ പോലെ നമ്മൾ ഒളിച്ചും പാത്തും പോകാതെ ധൈര്യപൂർവ്വം നമ്മുടെ ആത്മാവിനെ വചനത്താൽ നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിച്ച് നമ്മൾ മുൻപോട്ട് പോകാനായിട്ട് നമ്മൾ ബാധ്യസ്ഥരാണ്. അപ്പോൾ അങ്ങനെ മാറുമ്പോൾ യേശു ക്രിസ്തു
രാത്രിയിൽ ഒളിച്ചു വരുന്നവരെയും യേശു ക്രിസ്തു അവർ ജ്ഞാനം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവരുടെ ജീവിതത്തിൽ അവർക്ക് വചനം കണ്ട് അവരുടെ ശുദ്ധീകരിച്ച് അവരെ രക്ഷ പ്രാപിക്കാനായിട്ട് അവർക്ക് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ളവരും പോകുന്നവർ അവർക്കും യേശു ക്രിസ്തു അവരെ കാണുന്നുണ്ട്, അവരെ വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. നമുക്ക് ഏത് സമയത്തായാലും യേശു ക്രിസ്തുവിൻ്റെ അടുത്ത് നമ്മൾ എപ്പം നമുക്ക് ബോധവൽക്കരണം വരുന്നു ആ സമയത്ത് നമ്മൾ യേശു ക്രിസ്തുവിലേക്ക് അടുക്കാനായിട്ട് നമ്മൾ ശ്രമിച്ചിരിക്കണം. അങ്ങനെ പോകുന്നവർ മാത്രമേ നമുക്ക് രക്ഷ പ്രാപിക്കത്തുള്ളൂ. ഇന്ന് നമുക്ക് ഈ സന്ദേശത്തിൽ കൂടെ മനസ്സിലാക്കേണ്ടത് എന്താ, നമ്മൾ ചർച്ചിൽ മാത്രം പോയാൽ മാത്രം മതിയോ? ചർച്ചിൽ പോയതുകൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുന്നുണ്ടോ? ഇല്ല. ബൈബിളിൻ്റെ ജ്ഞാനങ്ങളും വചനങ്ങളും എല്ലാം അറിയുന്നത് കൊണ്ട് നമുക്ക് രക്ഷ പ്രാപിക്കുന്നുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെ നമ്മൾ പുതിയ ജന്മം എങ്ങനെ നമുക്ക് കിട്ടും? ഇത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. യോഹന്നായുടെ പുസ്തകത്തിൽ 3-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറഞ്ഞ പോലെ നമുക്ക് പുതിയ ജന്മം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് പുതിയ ജന്മത്തിൽ കൂടി പുതിയൊരു ജന്മം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വചനത്തിൻ്റെ പാനീയത്താൽ ആത്മാവിനെയും ഹൃദയത്തിനെയും നമ്മൾ ശുദ്ധീകരിക്കുന്ന ഒരവസ്ഥ, നമുക്ക് പശ്ചാത്താപത്തോടുകൂടി നമ്മുടെ ഹൃദയത്തിനെ ശുദ്ധീകരിക്കുന്ന അവസ്ഥ വന്നെങ്കിൽ മാത്രമേ പുതിയ ജന്മം നമുക്ക് കിട്ടത്തുള്ളൂ. അങ്ങനത്തെ ശുദ്ധീകരിക്കുന്ന ജന്മം നമുക്ക് കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ട് നമ്മുടെ കുടുംബത്തിനും കലീശയ്ക്കും നമ്മുടെ എല്ലാവർക്കും നമുക്ക് ഒരു പുതിയൊരു ജന്മമായി തീരും. നമ്മുടെ പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് നമ്മൾ നിശ്ചയമായിട്ടും നമ്മളുണ്ടല്ലോ ഈ പറയുന്ന ദൈവത്തിൻ്റെ രണ്ടാം വരവിൽ നമ്മൾ അതേ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ കൂടെ നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കാമെന്ന പ്രതീക്ഷയോടുകൂടി എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.